നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ അമ്പലത്തിലേക്കാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം. ഞാൻ ഈ അമ്പലത്തെ പറ്റി ഒരുപാട് റീൽസ് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടപ്പം തൊട്ടേ എങ്ങനെയെങ്കിലും ഈ അമ്പലത്തിലേക്ക് പോകണമെന്ന് മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് നാൾ ആഗ്രഹിച്ചെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത് ഞങ്ങൾ ഗുരുവായൂർ പോയ സമയത്ത് ഈ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി ഭാഗ്യമുണ്ടായി. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഉൾഭാഗം വീഡിയോസിലൊക്കെ കണ്ടതിനേക്കാളും മനോഹരമായിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങനെ ഒരു അമ്പലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, പോയിട്ടുമില്ല. ഇങ്ങനെയൊക്കെ ഒരു അമ്പലം ഉണ്ടാവുമോ എന്ന് എനിക്ക് ശരിക്കും തോന്നിപ്പോയി. ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെ വിളിക്കാൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു തിളക്കവും പ്രഭയും ഒന്നിച്ചൊരു എല്ലാം തികഞ്ഞൊരു പ്രതീതിയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അമ്പലം കാണാൻ വേണ്ടിയിട്ട് ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വരാറുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമ്പലത്തിൻ്റെ ഉൾഭാഗത്ത് ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ള ഏരിയ ചുമരിൽ ഉണ്ട്. പിന്നെ ഉള്ളിൽ എനിക്ക് മെയിൻ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ കാണുന്ന ഒരു ആനയുടെ പ്രതിമയാണ്. പക്ഷേ അത് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് അത് ഒറിജിനൽ ആന തന്നെയാണ് എന്നാണ്. പിന്നെ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലായത് ഒറിജിനൽ അല്ല എന്നുള്ളത്. അമ്പലത്തിനുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഭാഗത്തെ പിക്ചേഴ്സ് വീഡിയോസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ ഈ കാണുന്ന ആനയെ പറ്റിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പിന്നെ അമ്പലത്തിലേക്ക് കയറുമ്പം തന്നെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ വന്നിട്ട് ഇവിടെ നിന്നാണ് വരുന്നത്, പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നുണ്ട്. പിന്നെ ഒരു അമ്പലത്തിൻ്റെ രണ്ട് ഭാഗവും അതായത് റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അമ്പലത്തിൻ്റെ കുളവും മറ്റും റോഡിൻ്റെ ഈ ഭാഗത്താണ് വരുന്നത്. ഈ അമ്പലത്തിൻ്റെ ഓരോ ഭാഗം കാണാനും നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയിൽ കൊത്തുപണികളും ഒക്കെ ചെയ്ത് നല്ല മനോഹരമായിട്ടാണ് ഈ അമ്പലത്തിൻ്റെ ഓരോ ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള അമ്പലമാണ് എന്നാണ്. അല്ല എന്നുള്ളത് പിന്നെ അവിടെ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ അമ്പലം മൊത്തം ഏരിയ ചുറ്റി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ഈ അമ്പലത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നെപ്പോലെ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ പോകുന്ന വഴി എന്തായാലും ഇനിയൊന്ന് കയറിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. പിന്നെ ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് ഈ അമ്പലത്തെ പോലെ തന്നെ വേറൊരു അമ്പലം റോഡ് സൈഡിൽ കണ്ടത്. പിന്നെ അവിടെ ഒന്ന് കാറ് നിർത്തി ഞങ്ങളവിടെ കയറി. ദേവസ്ഥാനം പോലെ സാമ്യം തോന്നിക്കുന്ന കനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഞാൻ മുന്നേ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ക്ഷേത്രവുമായി ഇതിന് ബന്ധം തോന്നുന്നില്ലേ? നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നടന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുക എന്നുള്ളതായിരുന്നു മെയിൻ ടാസ്ക്. കനാടിക്കാവ് അമ്പലത്തിൻ്റെ ഉള്ളിലെ വ്യൂ ആണിത്. നമ്മൾ നേരത്തെ കണ്ട അമ്പലവുമായി സാമ്യം തോന്നുന്നില്ലേ? ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരുടെ വീടും ആ അമ്പലത്തിനോട് ചേർന്ന് തന്നെയുണ്ട്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് അമ്പലത്തിലും കയറാൻ പറ്റി. താങ്ക് യു.